നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും കർണാടകത്തിലെത്താൻ ഒരു യാത്രയുടെ സമയം മാത്രമേ ഉള്ളൂ. രാത്രി ഒരു ബസ്സിൽ കയറിയിരുന്നാൽ നേരം വെളുക്കുമ്പോൾ നമ്മൾ കർണാടകത്തിലെത്തും. എന്താണിത് പറഞ്ഞതെന്നറിയാമോ? തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ വൈദ്യുതി ഉൽപ്പാദകർ അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിലെ സോളാർ പദ്ധതിയെ മുളയിലേ നുള്ളാൻ ഇലക്ട്രിസിറ്റി ബോർഡും റെഗുലേറ്ററി കമ്മീഷനും കഴിയുന്നത്ര ശ്രമിക്കുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത ജനങ്ങളെ ഏറെ കുളിരണിയിക്കുന്ന. കർണാടകത്തിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നവർക്ക് അധികൃതർ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. അറിവില്ലാത്തതിനാലും പലവിധ കാരണങ്ങളാലും ഈ പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നവരെ ആകർഷിക്കാൻ കർണാടക സർക്കാർ സോളാർ പദ്ധതി മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്തു. അവർക്ക് വൻ ഓഫറുകൾ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പാനൽ വെക്ക്. ഡിസ്ട്രിബ്യൂട്ടഡ് സോളാർ PV പ്ലാന്റുകൾ DSPV എന്നാണ് അവിടെ അവർ നടപ്പാക്കിയിരിക്കുന്ന പുതിയ പദ്ധതിയുടെ പേര്. ഇതെങ്ങനെയാണെന്നറിയോ? കേട്ടാൽ ചിരി വരും. ഇവരെവിടേക്കാണ് പാനലുകൾ വെക്കുന്നതെന്നറിയാമോ? മേൽക്കൂരകളിൽ മാത്രമല്ല, കെട്ടിടങ്ങളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ചുമരുകളിലും കാർപോർച്ചുകളിലും നിലത്ത് തുറസായ സ്ഥലങ്ങളിലും വരെ പാനലുകൾ വെച്ചോളാൻ പറയുക. വെക്കാവുന്നിടത്തെല്ലാം വെച്ചോളാൻ അനുവാദം കൊടുത്തിരിക്കുക. സൂര്യപ്രകാശം തടസ്സമില്ലാതെ വീഴണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം വെർച്വൽ നെറ്റ് മീറ്ററിംഗ്, ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്നിവയുടെ ലാഭകരമായ താരിഫുകൾ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ജൂലൈ 1 മുതൽ കമ്മീഷൻ ചെയ്ത എല്ലാ പ്രൊജക്ടുകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് പറയുന്നു. അടുത്ത 25 വർഷത്തേക്ക് ഇതിന് സാധുതയും ഉണ്ടായിരിക്കും. ഇനി സ്വന്തം വീട്ടിലോ വസ്തുവിലോ സോളാർ പാനൽ സ്ഥാപിക്കാൻ സ്ഥലമില്ലാത്തവർക്ക്, അതിന് കഴിയാതിരിക്കുന്നവർക്ക് മറ്റിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി പങ്കിടാനുള്ള അനുവാദവും അവർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആണല്ലോ വലിയ വലിയ കേസുകളൊക്കെ പറഞ്ഞ് സാറന്മാർ വരുന്നത്. അവിടെ അങ്ങനെ ചെയ്യാം. അതുപോലെ ഒന്നിലധികം അക്കൗണ്ടുകളുള്ള ഒരു ഉപഭോക്താവിന് അയാളുടെ അക്കൗണ്ടുകൾക്ക് കീഴിലുള്ള പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ എല്ലാം സംയോജിപ്പിക്കാനും ആ ഉപഭോക്താവിന്റെ മുഴുവൻ വൈദ്യുത ബില്ലുകളുമായി അതിനെ ബന്ധപ്പെടുത്താനുമുള്ള സൗകര്യവും അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സാറന്മാർ ഇതൊക്കെ വല്ലതും കേൾക്കുന്നുണ്ടോ ആവോ? കേൾക്കത്തില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഉപഭോക്താക്കൾക്ക് 10 കിലോ വാട്ട് വരെ യൂണിറ്റിന് 3.86 രൂപയും 10 കിലോ വാട്ടിന് മുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 3.8 രൂപയും ലഭിക്കും. സൗരോർജ്ജ പദ്ധതികൾക്ക് നിലവിലുള്ള താരിഫ് ഘടന കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ മാന്യമായ താരിഫാണെന്നാണ് വിദഗ്ധരായവർ വിലയിരുത്തുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് കർണാടകത്തിൽ നിന്ന് നമ്മുടെ നമ്പർ 1 കേരളത്തിലേക്കൊന്ന് വരാം. ഓടി വരിക. ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ ആകെ ശോകമൂകമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ സൗരോർജ്ജത്തെ കഴിവിന്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കുമ്പോൾ എങ്ങനെ ഇവിടുത്തെ ഈ പദ്ധതി ഇല്ലാതാക്കാമെന്ന ഗൂഢ ആലോചനയിലാണ് കേരളത്തിലെ വൈദ്യുതി ബോർഡും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കണക്കുകൾ നിരത്തിയാണ് സോളാർ എന്ന് പറയുന്നത് എന്തോ വലിയ പ്രശ്നമാണെന്ന് അവർ സ്ഥാപിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇത് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ ആ സാറന്മാരും മിണ്ടത്തില്ല, മൗനത്തിലാണ്, വ്യക്തമായ മറുപടി തരത്തുമില്ല. സോളാർ വൈദ്യുതി ചട്ടങ്ങളിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരാൻ ആലോചിക്കുന്ന 2 മാറ്റങ്ങൾ പുരപ്പുറ സോളാർ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ റെഗുലേറ്ററി കമ്മീഷൻ ചില മീറ്റിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന ആരും തന്നെ കമ്മീഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. കാരണം കമ്മീഷൻ ചെയ്യുന്നത് മുഴുവനും KSEBക്ക് അനുകൂലമായ കാര്യങ്ങളാണെന്ന് അവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ചട്ടം വന്നാൽ സോളാർ ഉപഭോക്താക്കൾ പകൽ സമയം ഉൽപ്പാദിപ്പിച്ച് KSEB ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് പകരം ഗ്രിഡിൽ നിന്നും വൈദ്യുതി തിരിച്ചെടുക്കുന്നതിന് ഒരു ദിവസത്തെ 3ആയി തരംതിരിച്ച് വ്യവസ്ഥ കൊണ്ടുവരും. അതോടെ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയങ്ങളിൽ 67%, രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള സമയത്ത് 85% മാത്രമാണ് തിരിച്ചെടുക്കാൻ കഴിയുന്നത്. KSEBക്കാർ ഒന്ന് ആലോചിക്കണം. ഈ KSEB എന്നത് മലയാളികളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം തന്നെയാണ്. കേരളം വൈദ്യുതിവൽക്കരിക്കുന്നതിൽ നികുതി പണം കൊടുത്തു മാത്രമല്ല മലയാളികൾ നിങ്ങളോട് സഹകരിച്ചിട്ടുള്ളത്. സ്ഥലം വിട്ടുകൊടുത്തവരുണ്ട്. പല സ്ഥലങ്ങളിൽ പോസ്റ്റും കമ്പിയും വലിക്കാൻ പൈസ കൊടുത്തൊക്കെ സഹായിച്ചവരുണ്ട്. പക്ഷെ KSEBയുടെ ഇപ്പോഴത്തെ നിലപാട് കണ്ടാൽ മറ്റേതോ രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന പണം കൊണ്ട് പണിത് ഒരു പ്രൈവറ്റ് പ്രസ്ഥാനമാണ് ഈ KSEB എന്ന് തോന്നിപ്പോ. കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 30% ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഇടുക്കി ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് 1 യൂണിറ്റിന് 1 രൂപയിൽ താഴെ ചെലവുള്ളൂവെന്നാണ് കേൾക്കുന്നത്. ആ കണക്ക് തെറ്റാണെങ്കിൽ സാറുമാർക്ക് ഇതിന്റെ താഴെ വന്ന് കുറിക്കാം. ആ പൈസ ആർക്കും പ്രത്യേകിച്ച് എടുത്തു കൊടുക്കുന്ന പൈസയൊന്നുമല്ല. വേണമെങ്കിൽ നമുക്ക് ആ വൈദ്യുതി ചെലവില്ലാതെ ഉണ്ടാക്കുന്നതാണെന്ന് പറയാൻ പറ്റും. ജലവൈദ്യുത പദ്ധതികൾക്ക് രാത്രിയിലും പ്രവർത്തിക്കാൻ സാധിക്കും. രാത്രി നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിച്ചാൽ 15 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അത് ന്യായമാണല്ലോ. ഇങ്ങനെ വൈദ്യുതി വാങ്ങിക്കുന്നതിൽ വലിയ കമ്മീഷൻ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഡാമിൽ നിന്നും ഉപയോഗം രാത്രികാലങ്ങളിൽ കുറയ്ക്കുക. എന്നിട്ട് വൈദ്യുതി ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വലിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങിക്കുക. ഇതിന്റെ കുറ്റം മുഴുവൻ, ഇതിന്റെ ഭാരം മുഴുവൻ ഉപഭോക്താക്കളുടെ പെടലേക്ക് വെച്ച് കൊടുക്കുക. ഇതല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KSEB മലയാളികളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചതും പ്രവർത്തിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമാണെന്ന് ചിന്തിച്ചാൽ മലയാളിക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ വേണം അത് പ്രവർത്തിക്കാൻ. ജലവൈദ്യുത പദ്ധതികൾ പകൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക, അവ പൂർണ്ണമായും രാത്രികാലത്തേക്ക് മാത്രമായി മാറ്റിവെക്കുക.
പകൽ സമയത്ത് വൈദ്യുതി ആവശ്യത്തിനായി കേരളത്തിലെമ്പാടും സോളാർ വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിന് വിപരീതമായ പണികളാണ് ഇവിടെ ഓരോ ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്തെ വൈദ്യുതിയുടെ ഭൂരിഭാഗവും വീടുകളിലെ പുറപ്പുറത്തും പരിസരങ്ങളിലും വെച്ചിരിക്കുന്ന സോളാർ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുകയും വൈകുന്നേരങ്ങളിൽ പുറത്തുനിന്ന് വൻ തുക കൊടുത്തു മേടിക്കുന്ന വൈദ്യുതി വാങ്ങൽ നിർത്തിവെച്ചിട്ട് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും അത് ഉത്പാദിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായ വിധത്തിൽ നമ്മുടെ വൈദ്യുതിയെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായും പകൽ സമയത്ത് ഒഴിവാക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള സോളാർ കപ്പാസിറ്റി ഇരട്ടിയാക്കണം. അങ്ങനെ ചെയ്താൽ രാത്രികാലങ്ങളിൽ കഴുത്തറപ്പൻ വൈദ്യുതി കമ്പനികളിൽ നിന്ന് വാങ്ങുന്നത് വളരെയധികം കുറയ്ക്കാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നം അവിടെയുണ്ട്. പ്രശ്നം നമുക്കല്ല, ഏമാന്മാർക്കാണ്. അവർ കമ്മീഷൻ കിട്ടില്ല. ഈ ഒരു മാർഗം അവലംബിച്ചാൽ ഒരു വർഷം 1000 കോടിയുടെ അടുത്ത് ലാഭം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാമെന്നാണ് പറയപ്പെടുന്നത്. പൊതുജനത്തിന് ലാഭം ഉണ്ടാകുന്ന പദ്ധതിയിൽ ഏമാന്മാർക്ക് തീരെ താല്പര്യമില്ല. കേരളത്തിൽ ലഭിക്കുന്ന മഴയും ഇവിടുത്തെ മലനിരകളും വെച്ചിട്ട് ധാരാളം ജലവൈദ്യുത പദ്ധതികൾക്ക് ഇവിടെ സ്കോപ്പുണ്ട്. പക്ഷെ ഒന്നും മര്യാദയ്ക്ക് പണിയത്തില്ല. ആരെങ്കിലും പണിയാൻ വന്നാൽ പാരയും കൊണ്ട് ഇവരിറങ്ങും. കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതി പൂർണ്ണമായി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷെ അങ്ങനെ ചെയ്താൽ കമ്മീഷൻ ആര് കൊടുക്കും? അതുകൊണ്ടാണ് ഇവർ പാര വെക്കുന്നത്. ഇപ്പോൾ സോളാർ വെക്കുന്നവരുടെ പുറത്ത് ബാറ്ററിയും കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് KSEBയുടെ വകയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങളൊന്നും അവർ വ്യക്തമാക്കുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും, ഒരു യുക്തിയുമില്ലാത്ത വർത്തമാനമാണ് ഇവർ പറയുന്നത്. വൻകിട ബാറ്ററി നിർമ്മാണ കമ്പനികളുടെ കയ്യിൽ നിന്നും കൂടി കമ്മീഷൻ വാങ്ങിക്കുന്നു എന്ന് ന്യായമായും നമ്മൾ കരുതേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, KSEB ഏമാന്മാരും റെഗുലേറ്ററി സാറന്മാരും ഇത്തരം ജനദ്രോഹ നടപടികളുമായി അധികകാലം മുന്നോട്ട് പോകുമെന്ന് കരുതേണ്ടതില്ല. അയൽ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾ അവിടുത്തെ ജനങ്ങൾക്കായി ചെയ്യുന്നത് എന്താണെന്ന് കേരളത്തിലുള്ള പാവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും കത്തിജ്വലിക്കുന്ന സൂര്യൻ തന്നെയാണ് കേരളത്തിലും വെളിച്ചം തരുന്നത്. ആ സൂര്യനെ അധികകാലം നിങ്ങൾക്ക് നിങ്ങളുടെ മുടന്തൻ ന്യായം ഉപയോഗിച്ച് മറച്ചു പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ ധാരാളം സ്വകാര്യ കമ്പനികൾ രംഗത്ത് വരും. നിങ്ങളൊടുവിൽ ജനകോടികളുടെ പരിഹാസത്തിന് ഇരയായി തീരുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനങ്ങൾ ജനദ്രോഹപരമായിരിക്കില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഇല്ലെങ്കിൽ അപ്പോൾ കാണാം. താങ്ക്